നമ്മ ഒരു പ്രധാനപ്പെട്ട കോച്ചാണ് ഈ ലച്ചത് ഖലീൽ ടി ഇയോവ എന്നാണ് ഞാൻ സ്നേഹത്തോടെ വിളിക്കേണ്ടത്. അപ്പോൾ ഇയോവ നമുക്കിപ്പോൾ ഈ അത്ലറ്റിക്സിന് 2-ാം ദിവസത്തിൽ കിട്ടിയ സ്കോർ 30+ എത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് അപ്ഡേഷൻ കിട്ടിയല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ കിൽത്തൻ ടീമിൻ്റെ പെർഫോമൻസ് ഇനി വരാൻ പോകുന്ന ബീച്ച് വോളിബോളും ഫുട്ബോളിലും എങ്ങനെ പ്രതീക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ഇയോവയുടെ കാഴ്ചപ്പാട്, എങ്ങനെയെന്ന് ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന്. കാരണം നമ്മളെ മക്ക നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്, ഏറ്റവും നല്ല രീതിയിൽ. കാരണം ബാക്കിയുള്ള ദ്വീപിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു പെർഫോമൻസിലാണ് ഉള്ളത്. കാരണം അവളെ മാക്സിമം, അതായത് ഇതുവരെ എല്ലാ സ്പോർട്സിലും സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അത് LSCയിൽ ഇതുവരെ അമ്പാടും LSCയിലെല്ലാം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് ഇതുവരെ വന്ന LSCനെ കാണാൻ എന്താണ് ഒരു പെർഫോമൻസ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടനാ? അതിലെല്ലാം ഒരുപാട് നല്ല രീതിയിലാണ് ബാക്കിയുള്ള ദ്വീപിൽ പോയി കാഴ്ചവെച്ചതിനെക്കാട്ടും നല്ല രീതിയിലാണ് നമ്മൾ മക്ക ഇതാക്കേണ്ടത്. കാരണം അത്രയും നല്ല രീതിയിൽ മാക്സിമം മക്കളെ എത്രത്തോളം എനർജി എടുത്ത് ശിവാൻ കളയണ അത്രത്തോളം നാട്ടിനും വേണ്ടി അത് ചെയ്തുകൊണ്ടുണ്ട്. അത് അല്ലാണ്ടേക്ക് വോളിബോളും ബീച്ച് വോളിബോളും എല്ലാം എന്നെ സംബന്ധിച്ച് ബീച്ച് വോളിബോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. എന്നെ മക്കൾ കളിച്ചോളും, നമുക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്കോറിലേക്ക് വീണ്ടും പോകും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈനാവുള്ള കോച്ചിങ് കൊടുത്ത ബീച്ച് വോളിബോളാണ്. ഈ ഐറ്റം ഷട്ടിലാണെങ്കിലും ബീച്ച് വോളിബോളാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ Under-19 Under-17 രണ്ട് ടീമും എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ള പ്രതീക്ഷ? നല്ല പ്രതീക്ഷ ഉണ്ട്. നമുക്ക് നാം കാണിച്ച പോലെ ഇന്ന് രാവിലെ അടക്കം ഞാൻ അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിനെ. അപ്പോൾ അള്ളാൻ്റെക്ക് അത് നല്ല തന്നെ നമ്മൾ പറഞ്ഞ പോലെ മക്കൾ കളിക്കും. അള്ളാൻ്റെക്ക് അതിന് ബുദ്ധിമുട്ടില്ലാതെ വേണ്ടി നമ്മൾ കയറിപ്പോയാണെങ്കിൽ കയറിയാൽ അത് നല്ലൊരു സ്കോറിലേക്ക് തന്നെ വീണ്ടും വരും. ഓക്കെ. അപ്പോൾ ഈ ഇനി മൊത്തത്തിലുള്ള ഈ LSC ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ LSC ഒരു മൂഡ് എന്നതിൽ കിൽത്താൻ ദ്വീപിൻ്റെ ഈ ആഘോഷവും ഇതെങ്ങനെ സ്വന്തം ഹൃദയത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ പറയാൻ തോന്നുന്നു? കാരണം ബാക്കിയുള്ള ദ്വീപിൽ 2 ആകുമ്പോൾ LSC പോയ ആളാണ്, കണ്ട ആളാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദ്വീപിലെ കാട്ടിയും ഒരുപാട് നല്ല രീതിയിലാണ് നമ്മളെ മെത്തേഡ് തന്നെ നമ്മളൊരു പുതിയൊരു അനുഭവമാണ് വന്ന മാസ്റ്റർമാർ കണ്ടാൽ കൂടെ പങ്കുവച്ചത്. അപ്പോൾ അത് വേറൊരു ദ്വീപിലും കിട്ടാത്ത ഒരു അനുഭവം അവർക്ക് ഇവിടെ ഉണ്ടായത്. അപ്പോൾ വീണ്ടും LSC ഇവിടേക്ക് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വീണ്ടും തരുവാനുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ്, എവിടെയും കാണാത്തൊരു ഇതാണ് നമ്മളിവിടെ നടന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ LSC ഇല്ലെങ്കിൽ അടുത്ത സ്പോർട്സ് മീറ്റുകൾ തീർച്ചയായിട്ടും വയ്ക്കുക എന്നുള്ളൊരു നമുക്ക് പ്രതീക്ഷിക്കില്ല അല്ലേ? എപ്പോഴും നമുക്ക് പ്രതീക്ഷയല്ല, അത് കിട്ടുകയും ചെയ്യും. നമ്മൾ ആവശ്യപ്പെടുകയും വേണം, ആവശ്യപ്പെട്ടാൽ തരുവാൻ അവർ പൂർണ്ണമായിട്ടും അവർ റെഡിയാണ്. ഞാൻ ഇയോവയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമുള്ളതാണ് ഇൻഡോർ സ്റ്റേഡിയം, ഷട്ടിൽ ഇൻഡോർ സ്റ്റേഡിയം. ഉറപ്പ് അതാണ്, അത് വരുവാണ്. അത് ബന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മ മക്കളെ ഇപ്പം അതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കളിക്കേണ്ടത്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ദ്വീപുകളെ കൂടി നമ്മൾ കിടപിടിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ കിൽത്തൻ ദ്വീപിന് ഏറ്റവും വലിയ ആഗ്രഹം ഷട്ടിൽ പ്ലേയേഴ്സായ ഖലീൽ സാറ് ഷട്ടിൽ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം നിലയിൽ നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം വരിക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, തീർച്ചയായിട്ടും അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പ്രതികരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.